അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വചന സന്ദേശം നിങ്ങൾക്കെല്ലാവരും അനുഗ്രഹമായി തീരാൻ കർത്താവ് നിങ്ങളുടെ മേലേക്ക് ഈ കൃപയെ ചൊരിയട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സകല ജാതികളോടും എൻ്റെ സുവിശേഷം അറിയിക്കണം. ഒന്ന്, സുവിശേഷം നമ്മൾ കേട്ടവരാണ്. വിശ്വാസം കേൾവിയിലൂടെയാണ് കടന്നു വരുന്നത്. വിശ്വാസം കേൾവിയിലൂടെ. കേൾവി നമ്മുടെ ഹൃദയത്തിൽ കേട്ട വചനം, വചനത്തിന് ജീവനുണ്ട്. യേശു കർത്താവാണെന്ന്, യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരത്തിൽ ഏറ്റുപറയാനുള്ള ഒരു വിളിയാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. ഈ വിളിയിലൂടെ നമ്മൾ സകല ജാതികളോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, വിശ്വസിക്കണം. ആദ്യം നമ്മൾ പറയണം യേശുവിനെ കുറിച്ച്. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നുള്ള ദൈവമാണ്. ഒരു മൺപ്രതിമയിൽ ജീവനില്ലാത്ത ഒരു മൺപ്രതിമയല്ല നമ്മുടെ കർത്താവ്. ഒരു വിഗ്രഹമല്ല കർത്താവ്. ഒരു രൂപമോ ഒന്നുമല്ല നമ്മുടെ കർത്താവ്. ആത്മാവായ ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ആത്മാവും ജീവനുമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി നമ്മൾ കാത്തിരിക്കണം. എന്ത് കാത്തിരിക്കണം? വാഗ്ദത്തം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയൊരു ദൗത്യമായിരുന്നു ഇത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് സകല ജാതിയിലുള്ള മനുഷ്യരും വന്നു. വിദ്യാഹീനരാണ്, യഹൂദ മതത്തിലുള്ള ഗലീലക്കാരാണെന്ന് മാത്രം ജനങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ 18ഓളം ഭാഷക്കാർ ഈ ആത്മനിറവിന്റെ ശബ്ദം കേട്ട്, വലിയ ഇടിമുഴക്കത്തിന്റെ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് ഓടിക്കൂടിയ ജനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ അപരിമയമായ ദൈവത്തിന്റെ ശക്തിയുള്ള വെളിപ്പാട് 18 ഭാഷക്കാരും കേട്ട് യേശു കർത്താവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുക്കുവാൻ ഇടവന്നെങ്കിൽ അന്ന് 3000 പേർ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവരൊരു കൂട്ടമായി, അവരൊരു പ്രാർത്ഥനയായി, അവരൊരു സമൂഹമായി, അവരൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയാം, സകല സൃഷ്ടികളോടും ദൈവത്തിന്റെ വചനം അറിയിക്കണം. യേശു ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. അവരുടെ വേദനകൾ അറിയുന്ന ദൈവമുണ്ടെന്ന് പറയണം. അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന ദൈവമുണ്ടെന്ന് പറയണം. നിങ്ങൾ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ പറയണം. കാരണം ഇത് സമരിയാക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. ആ യാക്കോബിന്റെ കിണറ്റുകരയിൽ വെള്ളം കോരാൻ വേണ്ടിയാ വന്നത്. യേശു കർത്താവ് ആ സ്ത്രീയെയും കാത്ത് യാക്കോബിന്റെ കിണറ്റുകരയിൽ നിൽക്കുക. ആ സ്ത്രീ വന്നപ്പോൾ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ. സ്ത്രീ പറയാ, യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കമില്ലല്ലോ. യേശു പറഞ്ഞു, നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിച്ചവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. ആരെക്കുറിച്ചാ? യേശു, വരാനിരിക്കുന്ന രക്ഷകൻ. അവൾ തിരിച്ചറിഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല. ലോകത്തിന്റെ വെള്ളം കുടിക്കുന്ന മനുഷ്യന് ദാഹിക്കും. യേശു കൊടുത്ത വെള്ളം കുടിച്ച സമരിയാക്കാരി സ്ത്രീ സിക്കാർ എന്ന പട്ടണത്തിൽ പോയി യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ഇന്ന് ഞാൻ പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കില്ല. യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കും. ആ സമരിയാക്കാരി സ്ത്രീ കൊടുത്തതുപോലെ കൊടുക്കും. എല്ലാവരും യേശുവിന്റെ അടുക്കിലേക്കും ഓടിയെടുക്കും. എന്റെ കർത്താവേ, എന്റെ മേൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറയും. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ ഇടയാകും. ഞാൻ പറയാം, ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ ഈ വചന സന്ദേശം കേട്ട മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണം. പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനേകർ യേശുവിലേക്ക് വരും. യേശുവിന്റെ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.